പോലീസുകാർ തന്ന അച്ചുവിന്റെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു കത്തുണ്ട്. നിനക്ക് എഴുതി വച്ചതാ. സേതുമാധവന് എല്ലാ ഭാരവും നിന്നെ ഏൽപ്പിക്കുന്നു. ലതയെ ഉപേക്ഷിക്കരുത്. അവൾ സാധുവാണ്. മറ്റൊന്നും പറയാനില്ല. ജീവിതത്തിൽ ഞാൻ കരഞ്ഞിട്ടുള്ളത് നിന്നെ ഓർത്ത് മാത്രമാണ്. അച്യുതൻ നായർ. അവൻ എന്തിനു ചെയ്തു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഉരുകി ഉരുകി സഹിക്കാൻ പറ്റാതായിട്ടുണ്ടാവും. നേരത്തെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തൊക്കെയോ. കഴിഞ്ഞ ആഴ്ച പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് വന്നു. കൃഷ്ണേട്ടാ നമുക്കൊന്ന് കൂടണമെന്ന് പറഞ്ഞു. അവൻ തന്നെ അരക്കൊപ്പി വാങ്ങിക്കൊണ്ടുവന്നു. ഞങ്ങൾ കഴിച്ചു. അങ്ങനെ ഞങ്ങളൊന്ന് കൂടിയിട്ട് 5-8 കൊല്ലായി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മുവിന്റെ സൂക്കേടിന്റെ കാര്യം, ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തിയ ഭേദാവുന്ന ഡോക്ടർമാർ പറഞ്ഞു അത്രേ. രമേശന്റെ പഠിപ്പ്, ലതയുടെ കല്യാണം, അംബികയുടെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയത് ദേഷ്യത്തില. പക്ഷെ പറഞ്ഞു പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു. പോകാൻ നേരത്ത് പറഞ്ഞു, കൃഷ്ണേട്ടാ രാമപുരത്തുനിന്നൊക്കെ വിറ്റിട്ട് പോരാൻ പോവാ. ആ നാട് ശരിയില്ല. പിന്നെ നമ്മളൊക്കെ വയസ്സായി വരികയല്ലേ. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് പഴയ പോലെ കുറച്ച് ദിവസം കഴിയണം. അച്ചു പോയി. ഇനി എന്നാണാവോ ഞാൻ. നീ പോവാണോ? ഇപ്പൊ തന്നെ 4-5 ദിവസത്തെ ക്ലാസ് പോയി. സഞ്ചയനം കഴിഞ്ഞിട്ട് പോയാ പോരടൂ. കൃഷ്ണമാമ എന്തറിഞ്ഞിട്ടാ? ഞാനിത് 4th ഇയറാ. അവൻ പൊയ്ക്കോട്ടെ കൃഷ്ണമാമ. അമ്മയോട് പറഞ്ഞ നീ? ഇല്ല, അമ്മ മയങ്ങ. മരുന്നിന്റെ വിളിച്ചില്ല. ഒരു ദിവസം അറിയിച്ചിട്ട് അമ്മയൊന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നാ ഞങ്ങളുടെ കാർഡിയോളജി പ്രൊഫസറെ ഒന്ന് കാണിക്കാം. ചേട്ടാ ഒരു മിനിറ്റ്. എന്തിനാണ് ഏട്ടാ നമ്മുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്? ഞാൻ എല്ലാവരോടും ചോദിച്ചു, ആർക്കും അറിയില്ല. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ വേദനിപ്പിച്ച് അരി സഞ്ജയായിട്ട് വരണ കാണുമ്പോ ആ പഴയ രൂപ തോന്നണ അമ്മായിക്ക്. പഴയ രൂപത്തിൽ അവനെ ഒന്ന് കണ്ടിട്ട് മരിക്കാൻ പറ്റുമോടിന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇനി പറയാനും വഴക്ക് കൂടാനും ആരാടാ ഉള്ളത്? അമ്മയ്ക്ക് കരഞ്ഞു തീർക്കാം. ഞാനോ അമ്മേ? കാപ്പി ഇത് കുടിക്കാമേ. അവൾക്ക് വലിയ വിഷമം. സേതുമാവൻ ഇത്ര ദിവസമായിട്ട് അവളോട് മിണ്ടിയില്ലാന്ന്. ദേവിയുടെ തനി സ്വഭാവ. എന്താ മോളുടെ പേര്? ശ്രീലക്ഷ്മി. എന്റെ ദുർബുദ്ധിയാ. അല്ലെങ്കിൽ എന്റെ മോള് മരിക്കില്ല. നീയും ഇങ്ങനെ ആവില്ലായിരുന്നു. സേതു, അമ്മ ഒരു കാര്യം പറഞ്ഞാ നീ കേൾക്കണം. കേൾക്കും. അമ്മ പറഞ്ഞോളൂ. എനിക്ക് ഇവിടുന്ന് പോണം. ഈ നാട്ടിലെ ജീവിതം മതിയായി. കിട്ടിയ വിലയ്ക്കൊക്കെ വിറ്റുപെറുക്കി പോണം. എന്റെ മാത്രല്ല, എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാ. ലതയുടെയും അംബികയുടെയും ഒക്കെ. നിന്റെ അച്ഛനും ഒടുവിൽ പോണമെന്നായിരുന്നു. പോകാമേ. നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കില്ല. പക്ഷേ എങ്ങോട്ട്? തറവാട്ടിലേക്കോ? അതെന്താ? അവിടെ നിനക്ക് പിടിക്കില്ലേ? അതല്ല കൃഷ്ണമാമ, അവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യാൻ? ഇവിടെ ആകുമ്പോ പേരിനൊരു ജോലിയുണ്ട്. നമ്മൾ
എല്ലാം മനസ്സിലാക്കി ഒന്ന് ഒഴിഞ്ഞു നിന്നാ മതി. കാശിന് കാശ് തന്നെ വേണം. എടാ, ഈ നാട്ടുകാരെ പേടിപ്പിച്ച് തല്ലി ഉണ്ടാക്കുന്ന കാശ് മാത്രമാണോ കാശ്? ആ കാശ് എനിക്ക് വേണ്ട, എന്റെ മക്കൾക്കും വേണ്ട. മോനെ, ഇനി ഇവിറ്റകൾക്കൊക്കെ നീ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇനി അധികം കാലമൊന്നുമില്ല. ഭാരതിയുണ്ട്, തന്തയും തള്ളയില്ലാത്തൊരു പെൺകുട്ടിയുണ്ട്. അവറ്റകൾക്കൊക്കെ നീയല്ലാതെ പിന്നെ ആരാ ഉള്ളേ? ഞാനുണ്ടാവും കൃഷ്ണമാമ. ഉണ്ടായാ പോരാ, മാനം മര്യാദയായിട്ട് പുലർത്തണം. തറവാട്ടിലെ എല്ലാ സ്വത്തും നിനക്കാം. ഇരിക്കണ പറമ്പും വരെയുണ്ട്. ഒരേക്കർ തെങ്ങും അത്യാവശ്യത്തിന് നിലമുണ്ട്. അധ്വാനിക്കുക, ആ മണ്ണ് തരും നിനക്ക്. അതും വയ്യെങ്കിൽ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് എന്തെങ്കിലും കച്ചവടോ കൈത്തൊഴിലോ ചെയ്യുക. യാത്ര പറയാൻ വന്നതാണ്. ഞങ്ങൾ ഇവിടെ വിട്ടു പോവുകയാണ്, നാട്ടിലേക്ക്. വരരുത് എന്ന് വിലക്കിയിട്ടുണ്ടെങ്കിലും പറയാതെ പോകാൻ തോന്നിയില്ല. കേറിയിരിക്കാം. വേണ്ട. അച്ഛൻ മരിച്ചത് അറിഞ്ഞിരുന്നു. പരമേശ്വരൻ പറഞ്ഞു. അതുകൊണ്ട് ഇനി വീട് വിട്ട് നിൽക്കാൻ പറ്റില്ല. അമ്മയും തീരെ സുഖമില്ലാണ്ടിരിക്കുക. അപ്പോ ഇവിടുത്തെ ജോലി കളയാ? അതെ, അതിൽ നിന്നാ ചിലപ്പോ മനുഷ്യരെ ഇനിയും കൊല്ലേണ്ടി വരും. എന്നാലും പണം ഉണ്ടാക്കായിരുന്നില്ലേ? പരിഹസിക്കുകയാണല്ലേ? പോട്ടെ, വല്ലപ്പോഴും വരുമ്പോ വരാം. എന്നോട് വിരോധമൊന്നും തോന്നണ്ട. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ചെകുത്താനും കടലിനും ഇടയിൽ ജീവിക്കണ ഒരു അമ്മയാണ്. ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാകും. പോട്ടെ. പാവം. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ എളുപ്പ വഴിക്ക് ഓടുകയായിരുന്നു. അഡ്രസ് വേണം. എന്തിനാ? അഡ്രസ് എന്തിനാ? വേണ്ട, ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം. അമ്മ അറിഞ്ഞാൽ തെറ്റിദ്ധരിക്കും. അമ്മയോട് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. അന്ന് രാത്രിയിൽ വന്നപ്പോ അമ്മയോട് ചോദിച്ചത് ശരിക്കും സിൻസിയർ ആയിട്ടായിരുന്നോ? എന്ത്? കല്യാണം കഴിച്ചോട്ടെ എന്ന്. ഓ, അതോ? കള്ളുകുടിച്ച് വെളിവില്ലാതെ പറഞ്ഞാണെന്ന് തോന്നിയോ? ഇല്ല, എനിക്ക് സിൻസിയർ ആയിട്ട് തന്നെ തോന്നിയത്. ആണുങ്ങൾ പല കമന്റും പറയാറുണ്ട്, വൃത്തികേടുകൾ പറയും. ചിലർക്ക് വേണ്ടത് ഒരു രാത്രി, ചിലർ ഞാൻ നോക്കിക്കൊള്ളാം നിന്നെന്ന് പറയും. കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചത് ആദ്യ. ഇപ്പൊ അവിടുന്ന് പോന്നപ്പോ അമ്മ എന്താണ് പറഞ്ഞതെന്നറിയോ? ഇപ്പോഴാണ് അയാളത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കായിരുന്നെന്ന്. ഇപ്പോഴും ആ ചോദ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ആലോചിക്കാതെ പറഞ്ഞതാണെങ്കിൽ പാലിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാലും വെറുതെ പ്രതീക്ഷിക്കാലോ എനിക്ക്. തുഴഞ്ഞു പോകുമ്പോ ദൂരെ ഒരു കരയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് ആശ്വാസമല്ലേ? ദൂരെയല്ല, അരികിൽ. ആ കൈ എന്നുയർത്തിയാൽ തൊടാവുന്ന പോലെ അത്ര അരികിൽ. ഇനി ഈ വേഷം കെട്ടാൻ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ ആരുടെയും മുമ്പിൽ വരാൻ പോണില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട. കാരണം മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ലായിരിക്കാം. ഏട്ടന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പൊട്ടിപ്പോയതൊക്കെ ഏച്ചു കെട്ടി വരികയാണ് ഏട്ടൻ. രമണേട്ടനെ കണ്ട് സംസാരിക്കാൻ കൃഷ്ണമാമ പോകാനിരിക്കുക. രാമപുരത്തെ നമ്മുടെ സ്ഥലം വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ അയാൾക്ക് കൊടുക്കണമെന്നാ വിചാരിക്കണേ. അയാളുടെ സമ്മതിച്ച അംബികേട്ടത്തിയുടെ കാര്യത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഒരു പോംവഴിയായി. പിന്നെ നീയാണ് ഏട്ടന്റെ പ്രശ്നം. ഞാനൊരു പ്രശ്നമാവില്ല ഏട്ടന്. ഞാൻ പറയണത് മനസ്സിലാക്കും മോളെ. നീ ഒരു നാടക നടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പലതും മനസ്സിലാക്കി തയ്യാറുള്ള ഒരാൾ വരികയാണെങ്കിൽ തുറന്നു പറയോ അയാളോട് ഞാൻ ചീത്തയായ പെണ്ണാണെന്ന്? ഏട്ടാ, 1-2 പുരുഷന്മാരുടെ കൂടെ ജീവിച്ചൊരു സ്ത്രീയെ ഒരാൾ കല്യാണം കഴിച്ചേക്കാം. പക്ഷെ അറിഞ്ഞുകൊണ്ടൊരു ഒന്ന് നിർത്താമോ നിനക്ക്? പറയണതിന് ഒരു പരിധിയുണ്ട്. മനസമാധാനം എന്ന് പറയണത് എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടില്ല, അതുറപ്പാ. നിങ്ങളൊന്നും എനിക്ക് തരാനും പോണില്ല. എന്തിനടി അവനെ ദേഷ്യം പഠിപ്പിക്കണേ? എനിക്ക് അയാളെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു, അതിനാ. നിനക്ക് ആരെയും ഇഷ്ടാവില്ല. ഇനി കൊടി കെട്ടി ആര് വരുമെന്ന് പറഞ്ഞായിരിക്കണം നീ. ആരാ? എന്താ വേണ്ടേ? മോളുടെ പേരെന്താ? ജെൻസി.
ജോസിന്റെ മോളാ. കാറിൽ ആരടി വന്നത്? കരടിയെ പോലെ ഒരു മനുഷ്യൻ. അയ്യോ, ആന്റണി ഇളയപ്പൻ. എടി ജെൻസി, ഇത് നമ്മുടെ ഇളയപ്പനാ. കണ്ണൂര് ജയിലിലുണ്ടെന്ന് പറയാറുള്ള ഇളയപ്പൻ. അങ്ങനെ എന്റെ ജോസൂട്ടിനെ പട്ടിയെ പോലെ തല്ലിക്കൊന്നിട്ടേക്കണ കാഴ്ച അപ്പം കണ്ടടാ. അവനെ കൊന്നവൻ ഇപ്പോഴും പുലി പോലെ വാഴുക. അത് ചോദിക്കാൻ ഈ കുടുംബത്തിൽ ആണുങ്ങളില്ലാണ്ടായി. എല്ലാവർക്കും സ്വത്തും പണവും മതി. ജോസേട്ടന്റെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ചുണയില്ലാത്തൊരു ജോസേട്ടൻ ഉണ്ടാക്കിയ സ്വത്തുക്കളും അനുഭവിക്കണ്ട. ഇറങ്ങിക്കോട്ടെ ഇവിടുന്ന്. ആന്റപ്പ, അത് പറയരുത്. നിന്റെ അരിയന്മാരും ഏട്ടനും രാമപുരത്ത് അങ്ങാടി കിടന്ന് അയാളുടെ തല്ലുകൊണ്ടത് വേറൊന്നിനുമല്ല. ജീവൻ കിട്ടിയത് ഭാഗ്യം. അതിനാണത്തും വേണോടി. ജോസ് ഉണ്ടാക്കിയ ഒരു പെരയും പറമ്പും ആ തേവടിശയും മക്കളും അനുഭവിക്കല്ലേ. അതൊന്ന് ഒഴിപ്പിച്ചെടുക്കാൻ പോലും പറ്റിയോടി ഇവർക്ക്. ദേ വരനുണ്ട് കീരിക്കാടൻ പൂച്ചകള്. ആന്റപ്പ, ഇതിന്റെ പേര് കുടുംബത്ത് വഴക്കും വെക്കാനും ഉണ്ടാക്കണ്ട. ഞാനും എന്റെ മക്കളും ഇവിടെ ഒതുങ്ങിക്കഴിഞ്ഞോളാം. ചേട്ടത്തി മിണ്ടാണ്ടിരുന്നാ മതി. അന്റപ്പാ, എത്ര നാളായിട്ടാ കണ്ടിട്ട്? നീ കാലാവധി കഴിഞ്ഞു പോന്നതാ? നമ്മളൊക്കെ ഈ തന്തയ്ക്ക് ഉണ്ടായതാണോ ചേട്ടാ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? ആണെങ്കിൽ ആ നിറം കാണിക്കണം. ഈരിക്കാളന്മാരുടെ മാനം കെടുത്തിയില്ലേ? പോയി ചത്തൂടെ നിങ്ങൾക്കൊക്കെ. ആന്റേട്ടൻ വിചാരിക്കണ പോലെയല്ല. ഓടാ എടാ, നിന്റെ എന്റെ ഏട്ടന്റെ ഒക്കെ ഈ തടി ജോസേട്ടൻ ചോരയും വേർപ്പും കൊടുത്തുണ്ടാക്കി തന്നതാ. ജോസേട്ടന്റെ ആത്മാവ് പൊറുക്കും നമ്മളോട്. 11 വർഷം ഇരുമ്പഴിക്കുള്ളിൽ കിടന്നു വന്നവനായി ഈ ആന്റപ്പൻ. ജോസേട്ടന് വേണ്ടി ഇനിയും എത്ര വർഷം കിടക്കാനും ഞാൻ തയ്യാറാണ്. കീരിക്കാടൻ ജോസിന്റെ ചോരയ്ക്ക് ചോര കണക്ക് പറഞ്ഞ് ഞാൻ വീട്ടും. നീയാടാ അപ്പന്റെ മോൻ. അവന്റെ ചോര പറ്റിയ കൈകൊണ്ട് ഒരു പിടി ചോറ് വാരി തരണോടാ അപ്പന്. കൈ പറ്റിയ ചോരയല്ലപ്പാ, അവന്റെ ചങ്ക് പിഴിഞ്ഞ ചോര തളിച്ച് അപ്പന് ചോറ് വാരിത്തരും. ആ ചോറ് ഈ കീരിക്കാടന്മാരുടെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ണും.